അപ്പൊ SCERT ചാപ്റ്ററിന്റെ ഓർഡർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ PDF-നോട് അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് എൻട്രഡി ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ LP UP നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളൊക്കെ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്ക് നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എൻട്രയുടെ ഭാഗത്ത് നിന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ഒരു സമയത്ത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയാണ്, ഒരു സ്റ്റഡി ടൈം ടേബിൾ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഒരുപാട് പേര് നമ്മോട് കമന്റ് ചെയ്ത് ചോദിച്ചതാണ്. നമുക്ക് അറിയാം, ഇപ്പൊ ജൂണോട് കൂടി അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കാം നമ്മുടെ UPSCയുടെ എക്സാം വരുന്നത്. ടെന്റേറ്റീവ് കലണ്ടർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും UPSCയുടെ എക്സാം നമുക്ക് ജൂൺ എന്നുള്ള ഒരു അതിർത്തി വച്ചുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് ഓൾറെഡി സിലബസ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സിലബസിന്റെ അടിസ്ഥാനത്തിൽ LPSCയുടെ UPSCയുടെ സിലബസിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മുടെ NCയുടെ സിലബസ് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസ് വച്ചുകൊണ്ട് നമുക്ക് വെറും 4 മാസം കൊണ്ട് 120 ദിവസം കൊണ്ട് LPSC UPSC എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ പറ്റും. അത്ര ദിവസം മാത്രം മതി. ഒരു ദിവസം 3 മണിക്കൂർ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസം 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ തുടർച്ചയായിട്ടിരുന്ന് പഠിക്കണോ എന്ന് ചോദിക്കും. വേണ്ട, നിങ്ങൾക്ക് അത് എത്ര വേണോ ഘട്ടം ഘട്ടമായിട്ട് തിരിക്കാം. 3 ഘട്ടമായിട്ട് തിരിക്കാം, 4 ഘട്ടമായിട്ട് തിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ഡെയിലി ബേസ് ആയിട്ട് പോകുന്നവരായിരിക്കും, വീട്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, കുഞ്ഞുണ്ടാകുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സമയം കിട്ടുന്ന 24 hours എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ മാറ്റി വച്ചാൽ നമുക്ക് LPSC UPSC എന്ന് പറയുന്നത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ആ രീതിയിലാണ് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 ഈ രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഡേ 11 എത്തുമ്പോഴാണ് നമ്മൾ റിവിഷനിലേക്ക് കടക്കുന്നത്. അപ്പൊ ചോദിക്കും, ബാക്കി ദിവസങ്ങളൊന്നും റിവിഷൻ ഇല്ലെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും പഠിച്ചു പോകുന്നത് റിവേഴ്സ് ചെയ്തതിനു ശേഷമാണ് പുതിയ ടോപ്പിക് 2ാമത്തെ ദിവസം പഠിക്കുന്നത്. 3ാമത്തെ ദിവസം എത്തുമ്പോൾ 1ാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്തിട്ടാണ് 3ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വലിയൊരു എന്താ പറയാ ബുദ്ധിമുട്ടുള്ള രീതിയിലല്ല ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പല ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സിലബസിനെ കുറിച്ചും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും. പുതുതായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമന്റ്സ് ഞങ്ങൾ നൽകിയിരിക്കുന്ന ഫോം ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആ ലിങ്ക് വരുന്നതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇന്ന ദിവസം ഞാൻ ഇത് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്ത് പോവുക. എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് ലാഗ് വരാതെ നിങ്ങൾ ഫോളോ ചെയ്യാൻ കഴിയാത്ത രീതിയിലല്ല ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു ജോലി ചെയ്യുന്നവര് അതുപോലെ തന്നെ വീട്ടമ്മമാര് എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സിലബസിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ആണ് വരുന്നത്. അവിടെ നമുക്ക് സബ് ടോപ്പിക് ആയിട്ട് വരുന്ന 3 സബ് ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, ഇങ്ങനെ 3 സബ് ടോപ്പിക്. ഈ 3 സബ് ടോപ്പിക്കിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന 10 മാർക്കാണ്. പ്ലസ് ഈ 3 സബ് ടോപ്പിക്കിൽ നിന്നുകൊണ്ട്, അതായത് കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, ഈ 3 സബ് ടോപ്പിക്കിൽ നിന്നും 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. അതായത് ടോട്ടൽ 12 മാർക്കാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് പാർട്ട് 1ന്റെ സെക്കൻഡ് സബ് ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സബ് ടോപ്പിക് നമുക്ക് പരിശോധിക്കുമ്പോൾ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം, ഈ ടോപ്പിക്കുകളാണ് വരുന്നത്. 4 ടോപ്പിക്കിൽ നിന്നും 5 മാർക്ക് പ്ലസ് ഈ 4 ടോപ്പിക്കിൽ നിന്നും ബേസ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അവേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 2 മാർക്കാണ് അവിടെ കറണ്ട് അവേഴ്സ്. അങ്ങനെ ടോട്ടൽ 7 മാർക്കാണ് ഈ സബ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത് നമ്മൾ പോകുന്നത് സയൻസ് ആണ്. പാർട്ട് 2 സയൻസിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം ഭൗതിക ശാസ്ത്രം 7 മാർക്ക്, 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യം ഭൗതിക ശാസ്ത്രത്തിലുണ്ട്. അങ്ങനെ ടോട്ടൽ 9 മാർക്കാണ് ഭൗതിക ശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്.
അടുത്തത് സയൻസിലെ രസതന്ത്രം, കെമിസ്ട്രിയിൽ നിന്നുമാണ്. 7 മാർക്കാണ് കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. 2 മാർക്ക് കറണ്ട് വേഴ്സുമാണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള രസതന്ത്രവുമായി നോബൽ പ്രൈസോ എന്തോ കറണ്ട് വേഴ്സ് വേണോ, നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് വേഴ്സ് എന്ത് വേണോ അവർക്ക് ചോദിക്കാം. അത് 2 മാർക്കാണ്. ടോട്ടൽ 9 മാർക്കാണ് നമുക്ക് കെമിസ്ട്രിയിലും പഠിക്കേണ്ടതായിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ജീവശാസ്ത്രമാണ്. ജീവശാസ്ത്രത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് 2 സബ്ജക്റ്റുകൾ, അതായത് ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും 7 മാർക്ക് വീതം നമ്മൾ പഠിച്ചുവെങ്കിൽ ബയോളജി എത്തുമ്പോൾ 6 മാർക്കിനാണ് ബയോളജിയുടെ ചോദ്യം. അവിടെ 2 മാർക്ക് എന്താണ്, കറണ്ട് വേഴ്സുമാണ്. 6ഉം 2ഉം ടോട്ടൽ 8 മാർക്കിന്റെ ബയോളജി ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. 6+2 2 മാർക്കിന്റെ കറണ്ട് വേഴ്സും കൂടെ കൂട്ടി 8 മാർക്കാണ്. ഇതാണ് സയൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗണിതം. 15 മാർക്കാണ് വരുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി 20 മാർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും മലയാളം, ഇംഗ്ലീഷ് ഈ 2 സബ്ജക്റ്റിൽ നിന്നും 2 ചോദ്യങ്ങൾ, അതായത് 4 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ പെഡഗോഗി ബേസ് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് അക്വിസിഷൻ നോളജ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. NCA ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയായിരുന്നു ചോദ്യങ്ങൾ വന്നത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം 2 മാർക്ക് ആ രീതിയിൽ പോകുന്നത് നമ്മൾ കണ്ടു. മലയാളത്തിനും 2 മാർക്ക് പോകുന്നു. അങ്ങനെ ടോട്ടൽ 24 മാർക്കാണ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. അടുത്തത് ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കുമാണ്. മലയാളവും 10 മാർക്കാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പും പല സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ പുതുതായിട്ട് കാണുന്നവരും പഠിച്ചിട്ടിരിക്കുന്നവരും ഒക്കെ തന്നെ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് കാണുക. മുഖ്യ പ്രാധാന്യം കൊടുത്ത് എല്ലാ ദിവസവും ഈ ഒരു മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളോ സബ് ടോപ്പിക്കോ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഇവിടെ മാർക്ക് കൂടുതലാണ്. അതേസമയം സയൻസ് പഠിക്കണ്ട, സോഷ്യൽ പഠിക്കണ്ട എന്നല്ല പറഞ്ഞത്. ഇതിന് പ്രാധാന്യം ഫസ്റ്റ് കൊടുക്കേണ്ടത് ഈ മേഖലയ്ക്കാണ്. രണ്ടാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് സയൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സയൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യവും കടുകട്ടി ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് +1+2 വരെയൊക്കെ കെമിസ്ട്രി കയറി പോയത് കൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാധാന്യം ആർക്ക് കൊടുക്കുക, സയൻസിന് കൊടുക്കുക. ഇത് കേട്ടപാടെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് പറ്റുന്ന കാര്യം തന്നെയാണ്, വലിയ ഒരു സംഭവമൊന്നുമല്ല. മൂന്നാമതായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന സോഷ്യൽ സയൻസിനാണ്. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സിലബസ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് മേഖലകൾ മാത്രമാണ് നമുക്ക് പറഞ്ഞിട്ടുമുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സിലബസിൽ നമുക്ക് പ്രധാനമായിട്ടും സോഷ്യൽ സയൻസ്, സയൻസ്, കോർ സബ്ജക്ട് എന്നിങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിക്കാനും പഠിച്ചിട്ടുണ്ട്. ഈ കോർ സബ്ജക്ട് എന്ന് പറയുമ്പോൾ അവിടെ ഗണിതം, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം. നിങ്ങൾക്ക് തന്നെ അറിയാം 10 10 20 20 40 മാർക്ക്, 15 മാർക്ക്. ഗണിതം കൂടി കൂട്ടുമ്പോൾ 55 മാർക്ക്. നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയുടെ 4 മാർക്കും കൂടി കൂട്ടുമ്പോൾ എത്രയായി 59 മാർക്കായി. അപ്പൊ 59 മാർക്കുള്ള മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. നിസ്സാരമാക്കി കാണരുത്. 59 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 45 മുതൽ 50 മാർക്ക് വരെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന മേഖലയാണ്. ഇംഗ്ലീഷ് യാതൊരു പാടുമില്ല. ഒരു കോംപ്രഹെൻഷൻ വരുന്നു, കുറച്ച് ഗ്രാമർ പോർഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. മലയാളവും അതുപോലെ തന്നെയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഗണിതം നമ്മൾ വീക്ക് ആണെങ്കിൽ ഇപ്പോഴേ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോർ മേഖല നമ്മുടെ കയ്യിൽ ഒതുങ്ങിയാൽ നമ്മൾ റാങ്കിന്റെ ആദ്യ പടിയിൽ തന്നെ എത്തും. ആദ്യത്തെ 10 റാങ്ക് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി നമ്മുടെ ടൈം ടേബിൾ വെച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 1ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ അറ്റ്ലീസ്റ്റ് 3 മുതൽ 4 ടോപ്പിക്കുകളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഈ 3 മുതൽ 4 ടോപ്പിക്കിൽ കോർ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. കോർ നേരത്തെ പറഞ്ഞു തന്നു, ഗണിതം, മലയാളം, എഡ്യൂക്കേഷൻ സൈക്കോളജി, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്. ഈ 4 മേഖലകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഇത് 4ൽ ഏതെങ്കിലും 2 നമ്മൾ എല്ലാ ദിവസവും പഠിച്ചു പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം,
1 മണിക്കൂർ കൊണ്ട് പഴശ്ശി വിപ്ലവം പഠിക്കുകയാണ്. ഇനി സോഷ്യൽ സയൻസ് എടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഴശ്ശി വിപ്ലവം പഠിക്കാൻ 1 മണിക്കൂർ വേണ്ട, എനിക്ക് 45 മിനിറ്റ്സ് മതി. അതുപോലെ ഞാൻ LDCക്കും LGSനും പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ടോപ്പിക് അറിയാം, കുറച്ചും കൂടെ ഒന്ന് നോക്കിയാൽ മതി, അരമണിക്കൂർ മതി. ഓക്കെ, അരമണിക്കൂർ മതി. ബാക്കി 30 മിനിറ്റ് താഴെ തന്നിട്ടുള്ള മറ്റേതെങ്കിലും സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് 45 മിനിറ്റ്സ് മലയാളത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. മലയാളത്തിന് പദശുദ്ധി, സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ എന്നുള്ള ടോപ്പിക്. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത് പഠിച്ചു തീരുമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. തീരില്ല, തീർക്കാൻ കഴിയില്ല, എനിക്കും പറ്റത്തില്ല, നിങ്ങൾക്കും പറ്റില്ല. അടുത്ത 2ാമത്തെ ദിവസം നമ്മൾ ബാക്കി പഠിക്കുന്നു. മലയാളം പദശുദ്ധി, സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം 45 മിനിറ്റ്സ് പഠിച്ചതിന് ബാക്കി നമ്മൾ നോക്കുന്നുണ്ട്. ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത സോഷ്യൽ 1 മണിക്കൂർ കൊണ്ട് വേലുത്തുമ്പി ദളവ 2ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തായിരുന്നു നമുക്ക് പഴശ്ശി വിപ്ലവം 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയും. വേലുത്തുമ്പി ദളവയെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയും. 1ാമത്തെ ദിവസത്തിൽ നമ്മൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് ഭൗതിക ശാസ്ത്രം, അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പലപ്പോഴും PSCയുടെ ഇഷ്ട മേഖലയാണ്. 1 മാർക്കിന്റെ ചോദ്യം PSC പലപ്പോഴും ചോദിച്ചു പോകുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ നമ്മൾ അതും പഠിക്കുകയാണ്. അതന്ന് ഡേ 1 മാത്രമാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല, ഡേ 2 നമ്മൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സയൻസ് എനിക്ക് പാടാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് കൂടിയാണ് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് സയൻസിന് അത്രമാത്രം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സയൻസിനും കോർ സബ്ജക്റ്റിനും കൂടുതൽ സമയമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഡേ 1ന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ 45 മിനിറ്റ് SCRT പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. SCRTയിലെ ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആധുനിക ഇന്ത്യ. SCRT നമുക്ക് ഒഴിച്ചു നിർത്താനേ കഴിയില്ല. ഇപ്പോഴത്തെ പ്രസ്താവന ചോദ്യങ്ങൾ, ചേരുംപടി ചേർക്കുന്ന ചോദ്യങ്ങൾ, പുതിയ രീതിയിലെ മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ എല്ലാം PSC എവിടെ നിന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. SCRT നിന്നുമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 45 മിനിറ്റ്സ് 7ാം ക്ലാസ്സിന്റെ ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റ്, സോഷ്യൽ സയൻസ് യൂണിറ്റ് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. അപ്പോൾ അത് നമുക്കറിയാം, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള മേഖലയല്ലേ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അവിടൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ യൂണിറ്റ് പഠിക്കുന്നത്. 2ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസ്, വേലുത്തുമ്പി ദളവ, മലയാളത്തിൽ പദശുദ്ധി, ഭൗതിക ശാസ്ത്രത്തിൽ അളവുകളും യൂണിറ്റുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്നെ സംബന്ധിച്ചുള്ള സയൻസ് എനിക്ക് അടിപൊളിയായിട്ട് അറിയാം. 2 ദിവസം പഠിക്കേണ്ട കാര്യം എനിക്ക് വരുന്നില്ല സയൻസിൽ, ഭൗതിക ശാസ്ത്ര അളവുകളും യൂണിറ്റിലും. പക്ഷെ ഞാൻ സോഷ്യൽ സയൻസിൽ വീക്കാണ്. സമയം നിങ്ങൾ എന്ത് ചെയ്യുക? സോഷ്യൽ സയൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺവെർട്ട് ചെയ്തെടുക്കാനും കൂടി ശ്രമിക്കുക. 1 മണിക്കൂർ SCRT STD നമ്മൾ 7ാം ക്ലാസ് 2ാമത്തെ 3ാമത്തെ യൂണിറ്റ് ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന 2ാമത്തെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആധുനിക ഇന്ത്യയിൽ വരുന്ന 2ാമത്തെ 3ാമത്തെ യൂണിറ്റ് കൂടി നമ്മൾ പഠിക്കുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് 1 മണിക്കൂറാണ് പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും. 1 മണിക്കൂർ കൊണ്ട് റിവിഷൻ ചെയ്യുകയാണ്. റിവിഷൻ ചെയ്യുമ്പോൾ നമ്മളവിടെ പുതുതായിട്ട് പഠിക്കുന്നത് പാലിയത്തച്ഛൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പുതുതായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുകയാണ്. 30 മിനിറ്റ് കൊണ്ട് മലയാളത്തിന്റെ പദശുദ്ധി, സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ എന്നുള്ള ടോപ്പിക് നമ്മളൊന്ന് പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം കൊണ്ട് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിവിഷനും ബാക്കി പുതിയ കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ പഠിക്കുന്നു. ഭൗതിക ശാസ്ത്രം നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടി ടൈം എടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം ഇത്ര സ്ലോ ആയിട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ദിവസം നമ്മൾ പഠനം തുടങ്ങുന്ന ഏറ്റവും പുതുതായിട്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കുറെ ആവേശത്തോടു കൂടി പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ പഠിച്ച് ആവേശം മൂത്ത് പഠിച്ചു പോകുമ്പോൾ ഒന്നും തലയിൽ നിൽക്കാത്ത അവസ്ഥ വരും. അപ്പം ഉടനെ യൂട്യൂബിന്റെ താഴെ കമന്റ് വരും, പഠിച്ചിട്ട് ഒന്നും തലയിൽ നിൽക്കുന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ട് വരും. വേണ്ട, നമ്മുടെ കയ്യിൽ സമയം അത്യാവശ്യമുണ്ട്. ഒരു 4 മാസം ഓരോ ദിവസവും 3 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി കുട്ടികളെ, നിങ്ങൾക്ക് ഈ ഒരു സിലബസും പൂർണ്ണമാക്കാൻ കഴിയും. അതായത് ഇപ്പൊ ജനുവരി മാസമാണ് അല്ലെ, ജനുവരി 8ാം തീയതി ആയിക്കോട്ടെ, 10ാം തീയതി ആയിക്കോട്ടെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 10ാം തീയതിയോടുകൂടി 4 മാസമാകുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കി സമയം നമ്മുടെ കയ്യിലുണ്ട്. ജൂണിലെ
എക്സാം കലണ്ടറോട് കൂടിയായിരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നത്. എക്സാം നമ്മൾ എന്തായാലും ജൂണിലായിരിക്കും UPSCയുടെ എക്സാം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നു. വീണ്ടും നമ്മൾ 15 ദിവസം റിവിഷൻ ഉണ്ട്. എന്തായാലും ജൂണോട് കൂടി എക്സാം ഉണ്ട്. ചിലപ്പോൾ ജൂലൈ ആയി പോണെങ്കിൽ 1.5 മാസം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. ഇനി ജൂലൈ എന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരു ടെൻഡേറ്റീവ് കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ജൂലൈ ആകണമെന്നില്ല. ജൂണിന്റെ ആദ്യ ആഴ്ച, ജൂൺ 1-ാം തീയതിയാണ് UPSC എക്സാം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. LPSC എഴുതുന്നവരും UPSC എഴുതുന്നവർ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടെൻഡേറ്റീവ് ഡേറ്റിനുള്ളിൽ, മെയ് 15 എന്ന് പറയുന്ന ഡേറ്റിനുള്ളിൽ നമ്മൾ ഇത് പഠിച്ച് തീർക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രം മതി. ഒരുപാട് ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്, ഉത്സവങ്ങൾ വരുന്നുണ്ട്, അല്ലെ, ഒരുപാട് ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഈ ഒരു സമയത്ത്, ഈ ഒരു ദിവസം, ഈ ഒരു 120 ദിവസം നിങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ച് 3 മണിക്കൂർ ഒരു ദിവസം മാത്രം കണ്ടെത്തിയാൽ മാത്രം മതി കുട്ടികളെ. ഇനി നമ്മൾ പോകുന്നത് ഡേ 4-ലെത്തുമ്പോൾ നമ്മൾ ഗണിതത്തിന്റെ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നമുക്ക് കണക്കാണ്, ചെയ്തെടുത്താലേ പറ്റും. ഒരു ദിവസം കൊണ്ട് പറ്റില്ല. 2-ാമത്തെ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു? ഭിന്നസംഖ്യകൾ എന്ന യൂണിറ്റ് 45 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ മാറ്റിവെച്ചു. 3-ാമത്തെ ദിവസം 1 മണിക്കൂർ അതായത് ഡേ 6-ൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഭിന്നസംഖ്യകൾ പഠിക്കാൻ 1 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 5-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം മലയാളത്തിന്റെ പദശ്രുതി, ഗണിതത്തിൽ ഭിന്നസംഖ്യകൾ 1 മണിക്കൂർ SCRT ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഗണിതം ഭിന്നസംഖ്യകൾ 5-ാമത്തെ ദിവസം പഠിക്കുന്നു. ഇംഗ്ലീഷിന്റെ ആർട്ടിക്കിൾ, ഫ്രേസൽ വെർബ് 10 എണ്ണം നമ്മൾ പഠിക്കുന്നു. 10 ഫ്രേസൽ വെർബ്, രാവിലെ 5 എണ്ണം, വൈകുന്നേരം 5 എണ്ണം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഫ്രേസൽ വെർബിന്റെ ഒരു ചോദ്യം എന്തായാലും നമുക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ പഴയതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിക്കിൾ പഠിക്കുന്നു, ഫ്രേസൽ വെർബും പഠിക്കുന്നു. ആർട്ടിക്കിൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. ആർട്ടിക്കിൾ 2-ാമതും നമ്മൾ 2-ാമത്തെ ദിവസം, അതായത് 6-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസമായിട്ട് 6-ാമത്തെ ദിവസം വീണ്ടും നമ്മൾ ആർട്ടിക്കിളും ഫ്രേസൽ വെർബ് 10 പുതിയ ഫ്രേസൽ വെർബ് പഠിക്കുന്നു. 1-ാമത്തെ ദിവസം 10 എണ്ണം പഠിച്ചു, 2-ാമത്തെ ദിവസം 10 എണ്ണം പഠിച്ചു. അതായത് 5-ാമത്തെ ദിവസം 10 എണ്ണം പഠിച്ചു, 6-ാമത്തെ ദിവസം 10 എണ്ണം പഠിച്ചപ്പോൾ എത്ര ഫ്രേസൽ വെർബായി? 20 ഫ്രേസൽ വെർബ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും 45 മിനിറ്റ്. തൊണ്ടേക്കിന്റെ തിയറിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് കമന്റ്സിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഫോം ഫില്ല് ചെയ്ത് ഒരു ഫോം നൽകിയിട്ടുണ്ട്. ആ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. 7-ാമത്തെ ദിവസം എത്തുമ്പോൾ നമ്മൾ റിവിഷൻ ഡേയിലേക്കാണ് കടക്കുന്നത്. 7-ാമത്തെ ദിവസം നമ്മൾ റിവിഷൻ ഡേയിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ 11-ാമത്തെ ദിവസമാണ് ഒരു വലിയൊരു റിവിഷൻ എത്തുന്നത്. അതിനു മുമ്പ് 7-ാമത്തെ ദിവസം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റി വെക്കുന്നതിന് വേണ്ടി 6 കഴിഞ്ഞു 7-ലെത്തുമ്പോൾ ഒരു റിവിഷൻ ഡേയ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി പാലിയത്തച്ഛനും എന്ന് പറയുന്ന ഈ 3 ടോപ്പിക്ക് നമ്മൾ റിവിഷൻ ചെയ്യുന്നു. മലയാളം പദശുദ്ധി, ഭൗതിക ശാസ്ത്ര അളവുകളും യൂണിറ്റുകളും, ഗണിതത്തിന്റെ ഭിന്നസംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രേസൽ വെർബ് നമ്മൾ പഠിച്ചത് റിവിഷൻ ചെയ്ത് നോക്കുന്നു. ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ പഠിച്ചു. മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളിൽ തൊണ്ടേക്കിന്റെ തിയറിയാണ് പഠിച്ചത്. 7-ാമത്തെ ദിവസം എത്തുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. കാരണം നിങ്ങളുടെ സിലബസിന്റെ ഒരു വിധപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്തില്ലേ 7-ാമത്തെ ദിവസം എത്തുമ്പോൾ? നിങ്ങൾക്ക് സൈക്കോളജിയുടെ ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ഒരു തിയറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചോ? 20 ഫ്രേസൽ വെർബ് പഠിച്ചോ? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന മാത്സിന്റെ ഒരു ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ഭൗതിക ശാസ്ത്രം, സയൻസിന്റെ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തോ? സോഷ്യലിന്റെ ഒരു ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? മലയാളത്തിന്റെ ഒരു ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം ഇവിടെ നിന്ന് ലഭിക്കുകയും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുറച്ചധികം പഠിക്കാം എന്ന് കരുതി കൂടുതൽ സമയം വിനിയോഗിക്കുകയും ചെയ്യപ്പെടും. നെക്സ്റ്റ് 8-ാമത്തെ ദിവസം പോകുമ്പോൾ ഈ 7 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ 30 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം 45 മിനിറ്റ് പാവ്ലോസിന്റെ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി പഠിക്കുന്നു. ഭൗതിക ശാസ്ത്രത്തിൽ ചലനം എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നു. കറണ്ട് അവേഴ്സിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. അതുപോലെ 45 മിനിറ്റ് സോഷ്യൽ സയൻസിലെ കുറിച്യർ കലാപത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. 9-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 30 മിനിറ്റ് റിവിഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. 45 മിനിറ്റ് ഗണിതം ഭിന്നസംഖ്യകൾ പഠിക്കാൻ മാറ്റിവെക്കുന്നു. 45 മിനിറ്റ് ചലനം നമ്മൾ ഇന്നലെ പഠിച്ചു നിർത്തി അതിന്റെ ബാക്കിയായിട്ട് ചലന സമവാക്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നു. 45 മിനിറ്റ് വീണ്ടും നമ്മൾ കറണ്ട് അവേഴ്സിന് വേണ്ടി മാറ്റിവെക്കുന്നു. കറണ്ട്
സിലബസ് നിസ്സാരക്കാരനല്ല. ഞാൻ നേരത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. 45 മിനിറ്റ് കുറിച്യർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ മാറ്റിവെക്കുന്നു. വീണ്ടും 30 മിനിറ്റ് റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്നു. 45 മിനിറ്റ് ഗണിതത്തിന്റെ ഭിന്നസംഖ്യകൾ നമ്മൾ വീണ്ടും പഠിക്കുന്നു. ബാക്കി തീർന്നിട്ടില്ല. അതിന്റെ പാർട്ട് 4ഉം 2ഉം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ചലന നിയമങ്ങൾ, തരംഗ ചലനങ്ങൾ എന്നിവ നമ്മൾ പഠിക്കുന്നു. 45 മിനിറ്റ് കറണ്ട് അഫയേഴ്സും കുറിച്യർ കലാപം റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. 45 മിനിറ്റ് പാവ്ലോസിന്റെ ക്ലാസിക്കൽ കണ്ടീഷൻ നമ്മൾ അന്ന് പഠിച്ചു നിർത്തിയതിന്റെ ബാക്കി നമ്മൾ പഠിക്കുന്നു. അത് പഠിച്ച കാര്യങ്ങൾ, ക്ലാസിക്കൽ കണ്ടീഷൻ നോട്ട്സ്, എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോക്കണം. എഴുതി പഠിക്കണം. എഡ്യൂക്കേഷൻ സൈക്കോളജി സംബന്ധിച്ചിടത്തോളം വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. പഠിച്ചത് പിറ്റേ ദിവസം എഴുതി നോക്കുക. ചില പോയിന്റ് വിട്ടുപോകും. പഠിച്ചത് മൊത്തം നിങ്ങളുടെ കയ്യിൽ നിൽക്കണമെന്നില്ല, വിട്ടുപോട്ടെ. വീണ്ടും അത് നിങ്ങൾ വായിക്കുക, എന്താണ് നോട്ട് എഴുതുന്നു. 50 പോയിന്റ് പഠിച്ചെങ്കിൽ 30 പോയിന്റ് കിട്ടത്തുള്ളൂ, 20 പോയിന്റ് പോകും. ആ പോയ പോയിന്റ് നോക്കുന്നു. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ എഴുതി പഠിച്ചു പോവുക. റിവിഷൻ ഡേ 11 എത്തുമ്പോൾ റിവിഷൻ ഡേയിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ 1 മണിക്കൂർ നമ്മൾ SCERT ചാപ്റ്റർ പഠിക്കാൻ മാറ്റിവെക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട SCERT ചാപ്റ്റർ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ SCERT ചാപ്റ്ററിന്റെ ഓർഡർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ PDF-നോട് അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുക. ഒപ്പം തന്നെ ടിക്ക് മാർക്ക് ഇട്ട് വയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു പോകുന്നത്. ഇത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. വളരെ ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഈസിയാണ്. 3 മണിക്കൂർ തുടർച്ചയായിട്ട് മാറ്റി വെക്കണമെന്നല്ല പറയുന്നത്. രാവിലെയും രാത്രിയും നിങ്ങൾക്ക് 1.5 മണിക്കൂർ വെച്ച് പഠിച്ചാൽ തീരുന്ന കാര്യമാണ്. കോർ സബ്ജക്റ്റിന് നമ്മൾ അധിക പ്രാധാന്യം കൊടുക്കുന്നു. ഗണിതത്തിനും മലയാളത്തിനും ഇംഗ്ലീഷിനും മനഃശാസ്ത്രത്തിനും കൂടുതൽ സമയം കൊടുക്കുന്നു. ഈ പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷൻ കൂടുതൽ സമയം കൊടുത്ത് എന്തിനാ? ഒരു ദിവസം കൊണ്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വായിക്കുന്നു. വായിച്ച കാര്യം പിറ്റേ ദിവസം നമ്മൾ എഴുതി പഠിക്കുന്നു. 3ന്റെ എഴുതി പഠിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചെടുക്കും. നമ്മളെ കൊണ്ട് പറ്റും, പറ്റാതെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യും 7ാമത്തെ റിവിഷൻ ഡേ. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് 7ാമത്തെ ദിവസം എത്തുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്തോ എന്നുള്ള ഒരു കമന്റ് കൂടി നിങ്ങൾ ഇടുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, എൻട്രോയുടെ വിജയപഥം എന്ന് പറയുന്ന കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ കോഴ്സിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം വിജയാശംസകളും.